മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. യെസ്, നമ്മുടെ ഗിഫ്റ്റ് ഓഫ് നാച്ചർ, പ്രകൃതിയുടെ വരദാനം എന്ന ചാപ്റ്ററിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കേട്ടോ. എങ്ങനെയൊക്കെ നമുക്ക് സുസ്ഥിര വികസനത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ഭാഗം നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ, എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? യെസ്, നമുക്ക് എന്താണ് വരും തലമുറയ്ക്ക് ദോഷകരമാവാത്ത രീതിയിൽ എന്താണ് ഇന്നത്തെ തലമുറ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്നത് അല്ലെ. അതായത് അവർക്ക് അവരുടെ ആവശ്യം നടക്കണം, നമുക്ക് നമ്മുടെ ആവശ്യം നടത്തണം അല്ലെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സുസ്ഥിര വികസനത്തിലേക്ക് എത്താൻ പറ്റുക, എങ്ങനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് എത്താൻ പറ്റുക? ഓക്കെ, എന്തൊക്കെ ചെയ്യാൻ പറ്റും മക്കളെ, എന്തൊക്കെ ചെയ്യാൻ പറ്റും? യെസ്, നമുക്ക് ആദ്യം എന്തൊക്കെ ചെയ്യാൻ പറ്റും? യെസ്, നമ്മുടെ ഈ വെള്ളമൊക്കെ അല്ലേ, അടുക്കളയിലെ നമ്മുടെ കിച്ചണിൽ വരുന്ന വേസ്റ്റ് വാട്ടറൊക്കെ നമുക്ക് എന്താ ചെടികൾക്ക് വേണ്ടി ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും. പിന്നെയോ യെസ്, നമ്മുടെ പൊതു ഇടങ്ങളിലെ പബ്ലിക് പ്ലേസിലൊക്കെ എന്താണ് നമുക്ക് അവിടെയൊക്കെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഇവിടെ എന്താ ഹാർവെസ്റ്റ് ചെയ്യാം, മഴവെള്ളമൊക്കെ എന്താണ് മഴവെള്ളം സംഭരിക്കാൻ പറ്റും. പിന്നെ എന്താ ഇത്തരത്തിലുള്ള സൗരോർജ്ജങ്ങളൊക്കെ യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നമുക്ക് വാട്ട് ടു ഡു ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാ? യൂസ് ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദ കിച്ചൺ ഫോർ വാട്ടറിങ് പ്ലാന്റ്സ്. അതായത് അടുക്കളയിൽ നിന്നുള്ള ജലം ചെടികൾക്ക് നനയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുക അല്ലെ. കിച്ചണിലെ വാട്ടർ എന്താണ് നമുക്ക് എന്താണ് യെസ്, അവിടുത്തെ വാട്ടർ ചെടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയോ പ്ലാന്റ് ട്രീസ് ഇൻ പബ്ലിക് പ്ലേസസ്, അതായത് പൊതു ഇടങ്ങളിൽ പബ്ലിക് പ്ലേസസുകളിൽ എന്താണ് യെസ് അവിടെയൊക്കെ മരങ്ങള് വെച്ച് പിടിപ്പിക്കുക അല്ലെ, മരങ്ങള് വെച്ച് പിടിപ്പിക്കുക. പിന്നെയോ യെസ്, പരമ്പരേതര ഊർജ്ജ സ്രോതസ്സുകളായ സൗരോർജ്ജമൊക്കെ അല്ലേ, നമ്മുടെ സൗരോർജ്ജം എനർജിയിലെ സോളാർ എനർജി, വിൻഡ് എനർജി, ഇതൊക്കെ യൂസ് ചെയ്യുക, മാക്സിമം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. പിന്നെയോ എൻഷുവർ സ്റ്റെപ്പ് ടു റെയിൻ അല്ലെ, അതായത് മഴവെള്ള സംഭരണി, റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുക. പിന്നെ യൂസ് ക്ലോത്ത് ബാഗ്, തുണി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാഗൊക്കെ സഞ്ചികളൊക്കെ യൂസ് ചെയ്ത. പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ഒക്കെ എന്താണ് അവോയ്ഡ് ചെയ്യല്ലേ, പ്ലാസ്റ്റിക് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് തുണി സഞ്ചികളൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് അല്ലെ, സുസ്ഥിര വികസനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്കൊരു ചോദ്യം ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നതാണ്, വാട്ട് ടു ഡു ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെ. അതിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നുമില്ല, കിച്ചണിലെ വാട്ടറൊക്കെ നമ്മൾ പ്ലാന്റ്സിന് വേണ്ടി യൂസ് ചെയ്യുക, പൊതു ഇടങ്ങളിലൊക്കെ എന്താണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. പിന്നെയോ സോളാർ എനർജിയൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. പിന്നെയോ ഹാർവെസ്റ്റ് അല്ലെ, മഴവെള്ള സംഭരണി ഉണ്ടാക്കുക. പിന്നെ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? യെസ്, അവിടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് എന്താ തുണിസഞ്ചികൾ അല്ലെ, അതായത് ക്ലോത്ത് ബാഗ്സ് ഒക്കെ എന്താണ് യൂസ് ചെയ്യുക. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതുപോലെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും.